ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ മഴത്തോരു മുമ്പ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ മനു അലീനയും ബാലചന്ദ്രനെയും ഒക്കെ കാണാനായിട്ട് റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ റിസോർട്ടിൽ വരുന്ന സമയത്ത് അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അതിനുശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഏതായാലും പോവില്ലേ മനു, ഈ കൃഷ്ണമോളെ കൂടി നീ ഒന്ന് കൊണ്ടുപോക്കോ, അവളെ വീട്ടിലേക്ക് ആക്കിക്കോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ ഞാൻ പോകുന്നില്ല എന്ന് പറയണം. അത് പറ്റില്ല, നിനക്ക് സ്കൂളിലേക്ക് പോവണ്ടേ. അപ്പോൾ അച്ഛനും ചേച്ചിയും എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും ചേച്ചിയും ഉടനെ വരാം, നിനക്ക് എല്ലാം അറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണയോട്. ഇല്ല അച്ഛൻ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, അച്ഛനും അലീന ചേച്ചിയും ഒന്നിച്ചൊരു റൂമിൽ താമസിച്ചാലും എനിക്ക് ഒരു വിഷയമേ അല്ല. കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് അച്ഛന് അലീന ചേച്ചി എന്ന് എനിക്കറിയാം എന്ന് പറയാട്ടോ. അപ്പോൾ കൃഷ്ണമോൾ അങ്ങനെ പോകാൻ മടി കാണിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ ഇത് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല അച്ഛൻ, അമ്മയും അവരൊന്നും അടങ്ങിയിരിക്കത്തില്ലല്ലോ, അങ്കിളൊന്നും അടങ്ങിയിരിക്കത്തില്ല, അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും എന്ന് പറയുമ്പോൾ അതോർത്ത് മോള് വിഷമിക്കേണ്ട, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ കൂടെ കൃഷ്ണയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. മനുവാണ് കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ വൈശിയാണെങ്കിൽ കൃഷ്ണയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മോളെ നീ വന്നോ, എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാനാ കൊണ്ടുവന്നത് എന്ന് പറയണം. അപ്പോൾ നീ ബാലചന്ദ്രനെ കണ്ടോ, ബാലചന്ദ്രൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ അവിടെ ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയണം. എവിടെയാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എവിടെയാണ് ബാലചന്ദ്രനുള്ളത്, കൂടെ അവളുണ്ടോ അലീനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചിയും അച്ഛൻ്റെ കൂടെ ഉണ്ട് എന്ന് കൃഷ്ണ പറയാട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും എവിടെയാണ് താമസിക്കുന്നത്, നീ അവരുടെ കൂടെയാണോ എന്നൊക്കെ വൈച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത് എന്തൊക്കെയാണ് അറിയേണ്ടത്, ഞാനും അച്ഛനും അലീന ചേച്ചിയും കൂടെ ഒരു സ്ഥലത്ത് ഒരു റൂമിൽ താമസിച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു, അച്ഛൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു, എന്നിട്ട് അലീനയും അച്ഛനും കൂടിയാണ്, നിൻ്റെ അച്ഛനും കൂടിയാണ് അവിടെ താമസിക്കുന്നത് റൂം എടുത്തിട്ടെന്ന് ചോദിക്കുമ്പോൾ അതെ, അതിനെന്താ കുഴപ്പം, അലീന ചേച്ചിക്ക് അച്ഛൻ്റെ സ്വന്തം മോള് തന്നെയാണ് അലീന ചേച്ചി അച്ഛന് എന്ന് പറയുമ്പോൾ സ്വന്തം മോള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയണം വൈജയ്ക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യമായിട്ട്. അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് മനു അവർ താമസിക്കുന്നത്, എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ ആൻറ്റി ഇത് എന്ത് കണ്ടിട്ടാണ്, അവിടെ ഒരു റിസോർട്ടിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണ് ആൻറ്റിയുടെ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, അതിന് എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിപ്പോൾ തൽക്കാലം സാധിക്കില്ല, അങ്കിള് അവിടെ താമസിക്കട്ടെ, ആൻറ്റിക്ക് ഇപ്പോൾ സ്വസ്ഥത കിട്ടിയല്ലോ, അലീനെ ഇവിടെ നിന്ന് പുറത്തേക്കാക്കിയല്ലോ, കൃഷ്ണമോള് തിരിച്ചു വരികയും ചെയ്തു, പിന്നെ ആൻറ്റിക്ക് എന്താണ്, അങ്കിള് വേണമെന്നൊന്നുമില്ലല്ലോ ആൻറ്റിക്ക് ജീവിക്കാൻ, സ്വന്തമായിട്ട് ജോലിയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ആൻറ്റി തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്നല്ലേ ആൻറ്റി പറയുന്നത്, ആൻറ്റി ജീവിക്ക്, അവരുടെ ജീവിതം അവർ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നീ എന്താ മനു ഈ പറയുന്നത്, ഒരു ചെറിയൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഈ കിളവന്മാർക്കുള്ള സൂക്കേടാണ് അവരുടെ പുറകെ പോകാന്നുള്ളത്, ആ പെണ്ണിന് ചിന്തിക്കാനുള്ള ബോധമില്ല ഉള്ളൂ, വയസ്സാം കാലത്ത് ഇങ്ങനെ ഓരോരോ ആൻറ്റി എൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കരുത്, ഇത്രയും കൾച്ചറലെസ് ആയിട്ട് സംസാരിക്കരുത്, മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആൻറ്റി സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ എന്തിനാണ് മറച്ചു വെക്കുന്നത്, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം തന്നെയാണെന്ന് പറയുമ്പോൾ അമ്മ എന്തറിഞ്ഞിട്ടേ ഈ പറയണത്, എൻ്റെ ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട്, എൻ്റെ അച്ഛനെയും ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം, അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല എന്ന് പറയാണ് കൃഷ്ണ. ഒരു ദിവസം നീ അവരെ കൂടെ താമസിച്ചപ്പോൾ നീ അവരുടെ ആളായല്ലേ, നിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവരെന്തൊക്കെ കാണിക്കണമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ആരെക്കുറിച്ചാണ് അമ്മ സംസാരിക്കുന്നത്, സ്വന്തം ഭർത്താവിനെ കുറിച്ച്, ഒരു മകളെപ്പോലെ കാണേണ്ട ഒരു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് അമ്മ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവളെ മകളെപ്പോലെ കാണാം, എനിക്ക് എന്താണെങ്കിലും അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയണം, എനിക്ക് ഉടനെ തന്നെ അവിടെ പോയി കാണണം എന്നൊക്കെ പറയട്ടോ. മനു പറയുന്നുണ്ട്, അതെന്തായാലും നടക്കില്ല ആൻറ്റി, ഞാൻ പറയില്ല അവരെവിടെയാണുള്ളതെന്ന് ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണയോട് ചോദിക്കുമ്പോൾ കൃഷ്ണയും പറയുന്നുണ്ട്, ഞാൻ പറയില്ല അമ്മേ, ആൻറ്റിയും അമ്മ ഒന്നുകൊണ്ടും ഇനി അതിനെപ്പറ്റി ഓർത്ത് ബുദ്ധിമുട്ടണ്ട, അവരവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ പ്രശ്നമുള്ളൂ അമ്മയ്ക്ക്, ചേച്ചിയും അച്ഛനും കൂടി അവിടെ താമസിച്ചോട്ടെ, ഇനി അവരൊരു വീടെടുത്ത് മാറാനാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ പറയാണ് കൃഷ്ണ. അപ്പോൾ ഇടയ്ക്ക് ഞാനും ചേച്ചിയുടെ അച്ഛൻ്റെയും കൂടെ അവിടെ പോയി നിൽക്കും, അവരച്ഛനും മോളും കൂടെ അവിടെ ജീവിക്കട്ടെ എന്ന് പറയാണ് കൃഷ്ണ. ഒരു അച്ഛനും മോളും വന്നേക്കണം, എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട കൂടുതൽ എന്ന് പറയുമ്പോൾ അമ്മ കൂടുതലൊന്നും പറയണ്ട, അമ്മ എന്താ പറയണമെന്നൊക്കെ എനിക്കറിയാം, അത് അമ്മയുടെ ദുഷിച്ച മനസ്സിൽ നിന്ന് വരുന്നതാണ്, അത് അമ്മയുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ രോഹിത്തും ബബിതയും വന്നിട്ട് കൃഷ്ണയെ വഴക്ക് പറയട്ടോ. നീ എന്തൊക്കെയാണ് അമ്മയോട് പറയുന്നത്, അമ്മ പിന്നെ എന്തൊക്കെയാണ് വായി തോന്നിയത് വിളിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, അത് പിന്നെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല, അച്ഛൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അച്ഛൻ എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് വല്ല റിസോർട്ടിലും പോയി താമസിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ.
അപ്പോൾ ബബിത അങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ അച്ഛന് ആ അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ബബിത ചേച്ചിയും എങ്ങനെയാണോ അതുപോലെയാണ് അലീന ചേച്ചി, സ്വന്തം മോള് തന്നെയാണ്, അല്ലാതെ നിങ്ങളൊന്നും ചിന്തിക്കുന്നത് പോലെ മോശമായിട്ടുള്ള ഇതൊന്നും അവരുടെ അടുത്തില്ല എന്ന് പറയാണ് കൃഷ്ണ. അങ്ങനെ കൃഷ്ണ അതും പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ മോനെ ബാലചന്ദ്രനെ എവിടെയാണ്, അലീനെ അവരുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കൃഷ്ണയും കൂട്ടിയിട്ട് വന്നതാ മുത്തശ്ശി എന്ന് പറയണം. അപ്പോൾ നീ അവരെ കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അങ്കിളും അതുപോലെ അലീനയും കൂടി അവിടെ ഒരു റിസോർട്ടിലുണ്ട്, കൃഷ്ണമോൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് വിട്ടത് അങ്കിൾ പറഞ്ഞു എന്ന് പറയാട്ടോ. എന്നിട്ട് എന്താ അവർ ബാലചന്ദ്രൻ എന്താ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അലീന ഇല്ലാതെ ബാലചന്ദ്രൻ അങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണം. ഇനിയിപ്പോൾ എന്താ ഇതിനൊരു പോംവഴിയും ചോദിക്കുമ്പോൾ ഒറ്റ പോംവഴിയേ ഉള്ളൂ, ആൻറ്റി എല്ലാ അതും മാറ്റി വെച്ചിട്ട്, വാശിയും വൈരാഗ്യം മാറ്റി വെച്ചിട്ട് അലീനയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അനുവദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്കിളും വരില്ല അലീനയും വരില്ല എന്ന് പറയണം. അങ്ങനെ മനു പറയുന്നുണ്ട്, ഞാൻ ഏതായാലും പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഹരീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജീവ് ഇവർ താമസിക്കുന്ന റിസോർട്ട് കണ്ടെത്താനായിട്ട് കേട്ടോ. മനുവിനെ ഫോളോ ചെയ്തിട്ട് റിസോർട്ട് കണ്ടെത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മനു പോയ സമയത്ത്. അതുപോലെ ഹരിയാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് അങ്ങനെ റിസോർട്ട് ഏതാണെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് രാജീവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ടിൽ അവരുണ്ട് എന്നുള്ളത്. അങ്ങനെ രാജീവ് ആണെങ്കിൽ വാടാ ഹരി നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയും ഹരിയും രാജീവും കൂടിയിട്ട് റിസോർട്ടിലേക്ക് പോവുകയാണ്. കൂടെ രോഹിത്തും ബബിതയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോവുകയാണ്. പക്ഷേ ഇത് മനു അറിയുന്നില്ല കേട്ടോ, ഇവരിങ്ങനെ സ്ഥലം കണ്ടെത്തിയതും ഒന്നും മനു അറിയുന്നില്ല, ആരും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ റിസോർട്ട് കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം അലീനയും ബാലചന്ദ്രനും അവിടെ റിസോർട്ടിലുണ്ടല്ലോ, ആ സമയത്താണ് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഇവർ ചെന്നിട്ട് ഇങ്ങനെ റൂം അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ രണ്ടുപേര് താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് രാജീവാണ് പോയി അന്വേഷിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രനും അതുപോലെ അലീന ഡോട്ടർ, കൃഷ്ണ ഡോട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവർ റൂം നമ്പറൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ റൂമിലേക്ക് ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ബാലചന്ദ്രൻ വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് രാജീവും വൈജയും എല്ലാവരും കൂടി നിൽക്കുന്നതാണ്. അങ്ങനെ അവർ റൂമിലേക്ക് കയറുമ്പോൾ അലീനയും തന്നെ ആ റൂമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഓ ഇതിനായിരുന്നല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഇവളെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആരും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തും അതുപോലെ ബബിതയും ഒക്കെ അച്ഛനെ ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയുമ്പോൾ, പിന്നെ നിങ്ങൾ അച്ഛനെ എങ്ങനെയാണ് കരുതിയത്, നിങ്ങൾ കരുതിയതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങളൊന്നും എന്ത് കരുതുന്നു എന്നനുസരിച്ച് നോക്കിയിട്ട് അതിനെ അനുസരിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കറിയാം, ഇവൾക്കറിയാം ഞാൻ ഇവൾക്ക് ആരാണെന്നും അവൾ എനിക്ക് ആരാണെന്നും ഞങ്ങൾക്കറിയാം, കൃഷ്ണമോൾക്കും അറിയാം, മനുവിനും അറിയാം. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയണം. അത് മാത്രം മതിയോ, ഭാര്യയായ ഞാൻ അറിയണ്ടേ, ഇവൾ ആരാണ്, ബാലചന്ദ്രൻ്റെ ആരാണ് ഇവൾ എന്നൊക്കെ ചോദിച്ച് വൈജ ദേഷ്യപ്പെടുമ്പോൾ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ രാജീവ് പിന്നെ ഇടപെടുകയാണ്. എൻ്റെ പെങ്ങളുടെ ജീവിതം സേഫ് ആക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ബാലചന്ദ്രൻ എന്ത് തെമ്മാടിത്തനാണ് കാണിക്കുന്നത്, വീട്ടുവേലക്കാരിയെ കൊണ്ട് വന്ന് ഹോട്ടലിൽ വന്ന് റൂം എടുത്തേക്കുന്നു. ഇപ്പം തന്നെ ഞാനിവിടെ ഇത് എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് നാണം കെടുത്തി ഇവിടുന്ന് കാണണമെന്ന് ചോദിക്കുകയാണ്. രാജീവിന് കഴിയുമെങ്കിൽ താൻ അത് ചെയ്യ്, പിന്നീട് വരുന്നത് ഞാൻ നോക്കിക്കോളാം, ഇവിടെ ആരാണ് നാണം കെട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നത് എന്ന് അന്നേരം നമുക്ക് കാണാം എന്ന് പറയട്ടോ. അപ്പോൾ രാജീവിന് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുകയാണ്, ഇങ്ങനെ എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താണ് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ഒരു അനുനയത്തിന് എന്നുള്ള രീതിയിൽ രാജീവൻ പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാം, ബാലചന്ദ്രൻ വീട്ടിലേക്ക് വാ, ഇവള് എറണാകുളത്തേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ അലീന ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് വരത്തില്ല, അത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോൾ വരണമെന്നും ഏത് സമയത്ത് വരണമെന്നും എപ്പോൾ പോകണമെന്നൊക്കെ എനിക്ക് തീരുമാനിക്കാമെന്നുള്ളൂ. രാജീവിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വൈജ് പറയുന്നുണ്ട്, വീട്ടിലേക്ക് ഇവളെ കൂട്ടിയിട്ടാണെങ്കിൽ വീട്ടിലേക്ക് വരണ്ട എന്ന് തന്നെ പറയട്ടോ. ആ വീട് എൻ്റെതാണ്, ആ വീട്ടിലേക്ക് ഞാൻ എപ്പോൾ വരണം എപ്പോൾ വരണ്ട, ആരെ കൊണ്ടുവരണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. നിങ്ങൾ ആരും പേടിച്ചിട്ടല്ല ഞാൻ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത്. ഇവളെയും കൂട്ടിയിട്ട് ആ നിമിഷം തന്നെ എനിക്ക് വീട്ടിലേക്ക് കയറി വരാമായിരുന്നു. നിങ്ങൾ പേടിച്ചതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എത്ര നിർബന്ധിച്ചാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരാൻ തയ്യാറല്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ബാലചന്ദ്രൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, അതൊന്ന് കണ്ടെത്തി തീരുമാനമാക്കിയതിന് ശേഷമേ വീട്ടിലേക്ക് പോകൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയും കൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വരും, അത് ഉറപ്പാണ്. പക്ഷേ അലീന അവിടുത്തെ വേലക്കാരിയായിട്ടല്ല, എൻ്റെ മൂത്ത മകളായിട്ടാണ് ഞാൻ അലീനയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയണം. വൈജിക്ക് അറിയാം അലീനയും ബാലചന്ദ്രനും തമ്മിൽ മോശമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ആ ഒരു പേരും പറഞ്ഞിട്ട് അലീന
അലീനയെ പറഞ്ഞയക്കുകയും വേണം, ബാലചന്ദ്രനെ താഴ്ത്തി സംസാരിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ എടുത്തിടുന്നത് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന വൈജിക്കും രാജീവനും ഒക്കെ നല്ല മറുപടി കൊടുത്തിട്ട് അവരെ തിരിച്ചയക്കുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് ബാലചന്ദ്രനും അലീനയും കൂടെ പോകുന്നില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണം എന്താണെന്നുള്ളത് ഞാനൊരു നെക്സ്റ്റ് സ്റ്റോറിയിൽ പറയാം. അങ്ങനെ അവർ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. അവർ പോയതിന് ശേഷം മനുവിനെ വിളിക്കുന്നുണ്ട്. നീ എന്ത് പണിയാണ് മനു കാണിച്ചത്? ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞ് അവരൊക്കെ ഇങ്ങോട്ട് കൂട്ടി പറഞ്ഞയച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ എന്താ പറയുന്നത്? ഞാൻ ആരെയും പറഞ്ഞയച്ചില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ കൃഷ്ണമോളെയും കൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും കൂടി ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാത്തിനും ഞാൻ കണക്കിന് മറുപടി കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ എന്താ അങ്കിൾ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രാജീവും വൈജയും വന്നിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. ഞാൻ അറിഞ്ഞില്ല അങ്കിൾ, പക്ഷേ എനിക്ക് തോന്നുന്നു അവരെന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഫോളോ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അങ്കിളെ, അങ്ങനെയായിരിക്കും അവരവിടെ എത്തിപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അവർ വന്നത് നന്നായി, അതിന് തക്ക മറുപടി ഞാൻ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി അവർ ഇങ്ങോട്ടേക്ക് വരത്തില്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് അവരിയ്ക്കും, അങ്ങനെ അവരിയ്ക്കട്ടെ. ഞാനൊരു വരവ് വരുന്നുണ്ട്, പക്ഷേ അതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ വെക്കുകയാണ്. പിന്നീട് അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. നീ ഇതൊന്നും കണ്ട് പേടിക്കും വിഷമിക്കും ഒന്നും വേണ്ട, നിനക്ക് പേടിയുണ്ടോ എൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പേടിയുമില്ല സാർ എന്ന് പറയണം. സാറല്ല അച്ഛൻ എന്ന് പറയട്ടോ. ഇനി അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ, ഞാൻ നിൻ്റെ അച്ഛനാണ്, നീ എന്നെ ഒരു അച്ഛനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ അച്ഛൻ എന്ന് തന്നെ വിളിക്കണം എന്ന് പറയണം. അപ്പോൾ അലീന അങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്നതായിരുന്നു വൈജയും രാജയും ഒക്കെ. പക്ഷേ ആ മലവെള്ളപ്പാച്ചിലിൽ അവർ തന്നെ ഒലിച്ചു പോയ ഒരു അവസ്ഥയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഓരോ അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് വരുന്നതായിരിക്കും. നല്ല നല്ല സംഭവ മുഹൂർത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മഴത്തോരം മുംബൈയിൽ. ഒരുപാട് സങ്കീർണമായിട്ടുള്ള സംഭവങ്ങളും അതുപോലെ നല്ല കഥാമുഹൂർത്തങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.